ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരോണ്ടിക്കീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏത് വണ്ടി സെലക്ട് ചെയ്യും? നമുക്ക് ഷവർലെറ്റിൻ്റെ ബീറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടി സെലക്ട് ചെയ്യാം. ഞാൻ കണ്ടായിരുന്നു ആ വണ്ടി, നോക്കട്ടെ. ഷവർലെറ്റിൻ്റെ ഇതിനകത്ത് ഉണ്ടാവില്ല. ഇതിനകത്ത് ഉണ്ടാവാനാണ് സാധ്യത. എക്കോസ്പോർട്ട്, ഡസ്റ്ററോ അങ്ങനെ എന്താണ് വണ്ടി പേര്? യെസ് ഗായ്സ്, ഷവർലെറ്റിൻ്റെ ബീറ്റ്. അത് നമുക്കെന്താ, ഇവനെ നമുക്ക് പണിഞ്ഞിറക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഗ്യാരേജിൽ ഇവനെ കയറ്റിയിട്ട് കാണാം. നമുക്കിന്ന് ഡിഗ്രി കൊടുക്കാം. ഗ്യാരേജിൽ എത്തിയിട്ട് കാണാം. ഇങ്ങനെ വണ്ടി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് കണ്ടീഷൻ. നമ്മൾ കുറേ ആയിട്ടൊക്കെ സ്പീഡ് വിട്ടിട്ട്. അപ്പോൾ നമുക്കെന്തായാലും ഈ വർക്കിലേക്ക് കിടക്കാം. ഓക്കെ, അലോയ് ലാസ്റ്റ് ചെയ്യാം. ബ്രേക്ക് ലൈറ്റ് ഈ ഒരെണ്ണേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ഫുൾ ബ്ലാക്കാണ്. നമുക്ക് നോക്കാം. ഫ്രണ്ടിലത്തെ ലൈറ്റൊക്കെ ഒരെണ്ണേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും പണിഞ്ഞിറക്കാം. സൈഡ് മിററിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങാം. നമ്മൾ ഈ ഒരു മിറർ എങ്ങനെ ഉണ്ടാവും? ഈ ഒരു മിറർ അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമില്ലാത്തൊരു ലുക്കുണ്ട്. പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനത്തേക്കാണ്. ഇങ്ങനത്തേക്കാളുടെയൊക്കെ നല്ലത് ഇപ്പോൾ ഉള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഗ്രില്ല് ഇതൊരെണ്ണേ ഉള്ളൂ. പണി ചെയ്യാം. ഇതൊന്നും ചെയ്യാനില്ല കേട്ടോ. നമുക്ക് ഫ്രണ്ടിലൊരു സ്പോയിലർ വെക്കണം. ഇതാണ് നമ്മുടെ സ്പോയിലർ ഉള്ളത്. സ്റ്റോക്ക് ഇവനെ മാറ്റിയിട്ട് ഇവനെ വെക്കാം. ഓഫ് ഗൈസ്, ഭയങ്കര വൃത്തികേടാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനേക്കാൾ നല്ല സ്പോയിലർ ഇല്ലാതിരിക്കുകയാണെന്ന് നോക്കട്ടെ. നല്ല ഇതുണ്ടോ നോക്കട്ടെ. ഗൈസ്, നല്ലതൊന്നുമില്ല. നമുക്ക് അലോയിലേക്ക് തന്നെ കിടക്കാം ഗൈസ്. അത് മതി, അതേ നടക്കൂ. അപ്പോൾ അലോയ് നോക്കാം. ഇതുണ്ടാവും. ഇത് ഭയങ്കര വൃത്തികേടാണ്. ഇതുണ്ട്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതും വലിയ രസമൊന്നുമില്ല. ഇതെനിക്ക് എൻ്റെ മനസ്സ് പറയുന്ന രസം ഉണ്ടാവുന്നു. നമുക്ക് നോക്കാം. കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. എല്ലാം അങ്ങനത്തെയൊക്കെ തന്നെയാണ്. ഇതുണ്ട്. ഇത് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഇത് വലിയ കുഴപ്പമില്ല, ഇത് മതി കേട്ടോ. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര ഉള്ളു കഴിഞ്ഞാൽ ചെയ്യാന്നുള്ളൂ. നമ്മൾ ഈ വണ്ടിയിലെ ഫുൾ നമ്മൾ ചെയ്യുന്നത് പെയിൻറ്റിങ്ങിൽ നിന്നാട്ടോ. നമ്മൾ ഈ വണ്ടി ഫുള്ള് ചെയ്യുന്നത്. ഇതിനകത്ത് ആകെ ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കിനി പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ഇതിനകത്ത് നമ്മുടെ വണ്ടിയുടെ അലോയ് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഫുൾ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. നമുക്കൊരു ഇതുണ്ടാവും. നമുക്ക് അലോയ് എന്ന് പറയാം. അലോയ് ഒന്ന് ബ്ലാക്ക് ആക്കിയാലോ? ഈ ഒരു കളർ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു കളറിലേക്കാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ വണ്ടി നമുക്ക് വണ്ടി ഒരു യെല്ലോ കളർ ആക്കിയാലോ?
വണ്ടി നമുക്കൊരു യെല്ലോ കളറിലേക്ക് കൺവേർട്ട് ചെയ്തു. വണ്ടിയുടെ ഫ്രണ്ട് ലൈറ്റ് നമ്മളൊരു ഷെയ്ഡിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു ബ്ലൂ വരുന്നത്. ഫ്രണ്ട് ഗ്രില്ല് ഫുൾ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ടിലത്തത് ഈ ഒരു കളറിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത് കേട്ടോ ഫ്രണ്ടിലത്തത്. സോ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, നമുക്ക് മിറർ ലുക്കാവായിരുന്നു. ഈ ഒരു കളറിലേക്ക് കൺവേർട്ട് ചെയ്തു. അടുത്ത സാധനം അത് നമ്മളൊരു ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തു. കുഴപ്പമില്ലാത്ത ലുക്ക് ഉണ്ടെന്ന് പറയാം ഗൈസ്. ഇനി നമുക്ക് ബ്രേക്ക് ലൈറ്റ് ഒരു ഷൈനിങ്. ഓക്കെ, ഇനി നമുക്ക് ബ്രേക്ക് ലൈറ്റ് ആണ്. ഇത്ര നമുക്ക് ഇത് ചെയ്യാനുള്ളത് നോക്കട്ടെ. ഇല്ല കേട്ടോ ഗൈസ്, അത്ര നമുക്ക് ഇത് ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ടയർ, സസ്പെൻഷൻ, ഉണ്ടായിക്കോട്ടെ ഗൈസ്, കുഴപ്പമില്ല. അണ്ടർ ഗ്രൗണ്ട് ലൈറ്റും വലിയ വൃത്തികേടൊന്നുമില്ല ഗൈസ്. റെഡാണ്. നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഒന്നും കൂടെ നോക്കട്ടെ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോയെന്ന്. സ്റ്റിക്കർ ഉണ്ടല്ലേ, ബമ്പറൊക്കെ ഈ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ബേക്ക് ബമ്പറൊക്കെ ഇതേ ഉള്ളൂ. പെയിൻറ്റിങ് ഒന്നും ചെയ്യാനില്ല. ഒരു വിശ്വാസം. ഗൈസ്, അപ്പോൾ ഇത് ഇത്രയും ചെയ്തപ്പോൾ തന്നെ ലുക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. വണ്ടി ഒരു മാരക ലുക്കായി. ഒരു മിനിറ്റ്, ലൈറ്റ് ഒരു സെറ്റാക്കി റെഡ്, ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ കളറാക്കാം. ഈ ഒരു കളറിലാക്കാം, അല്ലെങ്കിൽ പച്ച, കിളിപ്പച്ച. ഇത് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റൂല ഗൈസ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻറ്റീരിയർ ഗ്ലാസ് ഫുള്ള് ബ്ലാക്ക് ആക്കാം. അതിൻ്റെ ഉള്ളൊന്നും കാണാനേ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക്.
അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നൊന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോഴത്തെ ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഈ പാർട്ടിൽ നമ്മൾ അലോയ് മാത്രമേ ഗൈസ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ മിറർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്തത് പെയിൻറ്റിങ്ങിലാണ് ഗൈസ്. പെയിൻറ്റിങ്ങാണ് വണ്ടിയുടെ ലുക്കേ മാറ്റിയെടുത്തത്. നമ്മൾ ആദ്യം തന്നെ വണ്ടിയുടെ ഫുൾ ബോഡി കളർ യെല്ലോയിലേക്ക് മാറ്റി. പിന്നെ വണ്ടിയുടെ ബാക്കിലത്തെ സ്പോയിലർ അതൊരു ബ്ലാക്കിലേക്ക് ആക്കി. പിന്നെ വണ്ടിയുടെ അലോയ്സ് അതൊരു സിമെൻറ്റ് കളർ അങ്ങനെയൊക്കെ പറയുന്ന ഒരു കളറിലേക്ക് ആക്കി. അതിനെന്താ പറയുക എനിക്കറിയില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ലൈറ്റ് നമ്മൾ സ്മോക്ക് ചെയ്തു. ബാക്ക് ലൈറ്റ് നമ്മൾ സ്മോക്ക് ചെയ്തു, റെഡൊക്കെ ആക്കി. പിന്നെ നമ്മൾ സൈഡിലത്തെ മിറർ ഒന്ന് ബ്ലാക്ക് ആക്കി ഗൈസ്. പിന്നെ നമ്മൾ വണ്ടിക്ക് ഒന്ന് കൂൾ ഫിലിം കൊട്ടിച്ച് വണ്ടി ഫുള്ള് ലോവർ ചെയ്ത്. പിന്നെ ഫ്രണ്ടിലത്തെ ബീറ്റലിൻ്റെ ലോഗോ അങ്ങനെ എന്താണ് പറയുക, ലോഗോ നമ്മൾ സെറ്റ് ചെയ്ത് അതൊന്ന് വേറൊരു കളറിലേക്ക് മാറ്റി. അപ്പോൾ അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ വണ്ടി ലുക്ക് മാറി. പിന്നെ ഒന്നുകൂടെ ഒന്ന് ബ്ലാക്ക് ആക്കി. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഈ വണ്ടി ലുക്ക് മാറി പെയിൻറ്റിങ്ങിൽ. ഇനി നമ്മൾ ചെയ്തത് വണ്ടി സസ്പെൻഷനാണ്. ഫുൾ ഓവർ ചെയ്തു, വണ്ടി അണ്ടർഗ്രൗണ്ട് ലൈറ്റ് കൊടുത്തു. ഇത്രയും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ള ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ഏത് വണ്ടി വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത ആ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും, അല്ലെങ്കിൽ കമ്പനിയിലുള്ള വണ്ടി എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗായ്സ്, ബൈ.